ആഹാ, സകുടുംബം ഉണ്ടല്ലോ. ട്രേഡ് യൂണിയൻ വിങ്ങിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. മന്ത്രിസ്ഥാനം പോയാലും ജീവിക്കണമല്ലോ. ഭരണമൊക്കെ എങ്ങനെ നടക്കുന്നു? ഏയ്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാരെ മുഖ്യന്റെ പാർട്ടിക്കാർക്ക് വലിയ സംശയമാ. എന്നാണ് വീണ്ടും ലയനമെന്നും പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാന്ന് അവര് പറയുന്നത്. അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ശരി, ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരുടെ ലിസ്റ്റ് വരുമ്പോ സാറിന്റെ പേര് അതിലുണ്ടാവും. അല്ല, അതിനും വേണ്ട ഒരു യോഗം. നിങ്ങൾ വരുന്ന കാശ് കൊണ്ടല്ലോടോ ഞാൻ ഈ രാഷ്ട്രീയ കളിയൊക്കെ കളിക്കുന്നേ. ആ, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ആ SP രാജശേഖരനെ സ്ഥലം മാറ്റത്തിന്റെ കാര്യം അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ആ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അളിയൻ പറയളിയാ. ഒരു നിമിഷം. മോഹന്റെ കല്യാണക്കാര്യം. മോളുടെ പരീക്ഷ ഈ മാസത്തിൽ കഴിയും. പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് നിശ്ചയിച്ചാ പോരെ. ഇതൊരു വെറും കല്യാണക്കാര്യം മാത്രമല്ല, ആ, നമ്മുടെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഒന്നും എന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മുടെ പുരോഗതി നമ്മൾ ഷെയർ ചെയ്യുന്നു എല്ലാ അർത്ഥത്തിലും. ഓക്കെ. അങ്ങോട്ട് ചെല്ലേ. രാഘവേട്ടൻ കൂടെ അയ്യേ രാഘവേറ്റാണ് കൊഞ്ചി കളിക്കുന്നു. അങ്ങോട്ട് ചെല്ലുന്നില്ല. മോളെ, ഇതാണ് എന്റെ മോൻ ശ്യാം. വാ അമ്മേ, ചായ എടുത്തിട്ട് വരാം. ഈ സാറിന് സംഗീതം എന്ന് പറഞ്ഞ രാഘവേട്ടാ, പുറത്താരോ വന്നിട്ടുണ്ട്. ആരില്ലെന്ന്. അല്ല, ഗേറ്റിന്റെ അടുത്ത്. ഗേറ്റിന്റെ അടുത്ത്. ആ, ഓ, ഗേറ്റിന്റെ അടുത്ത് ആരോ. ഈ ചാൻസ് ഉണ്ടാക്കല്ലേ. രാധിക ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഗീത എന്റെ കൂട്ടുകാരിയാ. റിയലി? ഇനി ടിവിയിലെ പ്രോഗ്രാം എന്നാണ്? എന്തിനാ? ദൂരദർശൻ കേന്ദ്രക്കാരെ വിളിക്കാനാണോ? ഈ അമ്മയുടെ കാര്യം എല്ലാം പറഞ്ഞോ? വീട്ടിൽ വെച്ച് കോടതി കൂടി എനിക്ക് വേണ്ടി വാദിച്ചതുൾപ്പെടെ എല്ലാം. അയ്യേ, പിന്നെ എന്നെ എന്നാ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന? എന്നാ ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നു. എന്നാ വരുന്നെന്ന് പറഞ്ഞോളൂ. വീട് എനിക്കറിയില്ലല്ലോ. ഗിരിനഗറിൽ വന്നിട്ട് എനിക്കിങ്ങോട്ട് വരാമോ? പിന്നെന്താ. എന്നോടൊരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പബ്ലിക് റോഡിൽ വെച്ചുള്ള ഈ റൊമാൻസ് ഒക്കെ ഒഴിവാക്കായിരുന്നു. എന്താ? ഒന്നുമില്ല. എന്താ മോളെ? ഒന്നുമില്ല. ഗീതേ, നമുക്കിറങ്ങാം, സമയം കുറേ. രാഘവ, ഞാൻ വേണ്ട, ഞങ്ങൾ രാഘവട്ടിനെ കൂട്ടി പോയിക്കോളാം. വാ മോളെ. ആ കല്യാണാലോചന നമുക്ക് വേണ്ട ശ്യാം. അതെന്താ മാഷെ പെട്ടെന്ന് ഇങ്ങനെ? പയ്യൻ നല്ല ക്വാളിഫൈഡ് ആണ്, മര്യാദക്കാരനാണ്. എന്നാലും ഇത്രയും വലിയ തുക സ്ത്രീധനം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓബ്ലിഗേഷൻ, കടപ്പാട്. എന്റെ മാഷ് എന്നെ ഇങ്ങനെ ഒരു അന്യനായിട്ട് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അയ്യോ, അങ്ങനെ ഒരിക്കലും ഞാൻ. എന്നാ പിന്നെ ഒന്നും പറയണ്ട. ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വിട്ടേന്നേക്കണം. എല്ലാം ഭംഗിയായി ഞാൻ നടത്തിക്കൊള്ളാം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശ്യാമിന്. മാഷേ, ഇതെന്റെ പെങ്ങളുടെ വിവാഹ കാര്യമാണ്. ഈ വിവാഹത്തിൽ എനിക്ക് ഒരു അല്പം വോയിസ് ഒക്കെ ഉണ്ട്. അടുത്ത ആഴ്ച അവര് പെണ്ണ് കാണാൻ വരും. എന്താ? എല്ലാം എന്റെ ഇഷ്ടം പോലെ അല്ലേ? വാ മോളെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ചിരിച്ചു, അപ്പൊ ഇഷ്ടപ്പെട്ടു. ചിരിച്ചാ ഇഷ്ടപ്പെട്ടു എന്നാണോ? അങ്ങനെയൊക്കെ. അവിടുന്ന്. അങ്ങനെയാണെങ്കിലേ അടുത്ത മാസം 2-ാം തീയതി ഒരു മുഹൂർത്തമുണ്ട്. എന്താ? ആയിക്കോട്ടെ. ശ്യാം എന്താ ഒന്നും പറയാത്തത്? നിങ്ങളൊക്കെ പറയുന്ന പോലെ. ഏതാ, ഞങ്ങൾ ഇറങ്ങട്ടെ. അതെ, നല്ല ഫിറ്റാണ്. കാരണം
ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. എന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നോ? എത്ര നേരെ ഒറ്റയ്ക്ക് നിന്ന് അങ്ങനെ പ്രസംഗിക്കുന്നത്? 10 minutes ആവൂല്ലേ? 10 minutes ആയി. എനിക്ക് കുടിച്ച മതി. അതെ. അയ്യോ, ഇതൊക്കെ സാർ അറിഞ്ഞാൽ മോശമാണ് കേട്ടോ. എന്തോന്ന് ഇങ്ങനെ സാറിന്റെ കക്ഷികളുടെ നിന്ന് വിസ്കിയും സിഗരറ്റും ഒക്കെ ഓസുന്നതേ മോശമാണ്. എടാ ഞാൻ ഓസുന്നെങ്കിലേ പകുതി നീ ഞാൻ എവിടെയാണ് ഓസുന്നത്? നിന്റെ ഈ അരമ്പ് പറ. പോവാ പോവാ പോവാ. പോവാ. ഒരു സ്മോൾ കഴിഞ്ഞിട്ട് പോവാ. ഒരു ലാർജ് തന്നെ ആവട്ടെ. മതി സാർ, ഇപ്പൊ തന്നെ ഓറാണ്. ആരെ? നീ ഭയങ്കര സോപ്പായിട്ട് വരികയാണ്. സോപ്പ് നിന്റെ തന്തയാണ്. നീ സാറിന്റെ കാര്യം ഇത്ര ശ്രദ്ധിക്കണം. തമ്മ തല്ലി ചാവട്ടെ. കള്ളു കുടിക്കുന്നത് ആനന്ദിക്കാനാണ്. കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കി നാട്ടുകാർക്ക് പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കിയ IPC സെക്ഷൻ എത്രയാടാ? അല്ല എനിക്കറിഞ്ഞില്ല. വേറൊരു കാര്യം അറിയോ? വേറൊരു കാര്യം, ഞാനൊരു സ്ഥലത്ത് പോകുന്നു. സീക്രട്ട് ആയ സ്ഥലം. എവിടെയാണ് സാർ? രാധികയെ കാണാൻ പോകുന്നു. നല്ല കണ്ടീഷനിലാ പോകുന്നത്. എന്താ ഈ കണ്ടീഷൻ കുഴപ്പം? ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് പോകും. ഞാൻ പോവും. അതെ, ഈ ടിവിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ KS മേനോൻ ഇല്ലേ? പുള്ളിയുടെ വീട് എവിടെ? ടിവിയിൽ പാടുന്ന ഡോക്ടർ KS മേനോന്റെ വീടോ? ഐ എം സോറി, TV പാട്ട് പാടുന്ന പുള്ളിയല്ല, പുള്ളിയുടെ ഡോക്ടർ രാധിക. ടിവിയിലൊക്കെ പാട്ട് പാടുന്ന KS മേനോൻ. ടിവിയിൽ പാട്ട് പാടുന്ന KS മേനോനല്ലേ? ഡോക്ടർ KS മേനോൻ. നമ്മുടെ മേനോൻ. കാണിച്ചില്ല നടക്കാം. അവിടെ പോണോ? എവിടെ? അവിടെ ആ സൈഡിലോ? എവിടെ? ഇങ്ങോട്ടോ? കണ്ടിട്ട് വേണ്ട. എന്റെ ഈ മാല ഡോക്ടർ KS മേനോൻ. വീഡിയോ വെച്ചാൽ മാല വരും. അത് ശരി, മാല വിടുന്നല്ലേ പിച്ചാതെ കാണിക്കൂ. ഞാൻ വിടുന്നില്ല. 5-8 പവന്റെ മാലയാ. ഡോക്ടർ KS മേനോൻ. മോതിരം അതങ്ങനെ ഊരാൻ പറ്റത്തില്ല. സോപ്പ് ഇട്ടാണോ ഊരാൻ? സോപ്പൊന്നും ഇടണ്ട. ഡോക്ടർ KS ഞാൻ ഊരി തരാം. ഡോക്ടർ KS മേനോന്റെ വീട്. വാച്ചില്ല. ഊരിയും തരണോ? ഇതങ്ങോട്ട് ഊരാൻ പറ്റുന്നില്ല. കണ്ടത് ഡോക്ടർ KS മേനോൻ ഊരത്തില്ലടോ. ഊരാനില്ല. മേത്ത് വിട്ടുള്ള കളി മതി. അടിച്ച് പിറ്റായി വന്നിട്ട് നിനക്ക് വല്ല പെണ്ണുങ്ങളുടെ വീട് കാണാൻ ഞാൻ ഈ നാട്ടുകാരനല്ല കേട്ടോ. നിക്കേ ഒരു കഴിഞ്ഞ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഡോക്ടർ KS മേനോന്റെ വീട് അറിയാം. അതെന്താ ഒരു വീട് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അത് മോശമാണ്.